ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്കിടെ ആദ്യത്തെ ഒരു തലമെന്ന് പറയും, നമുക്കറിയാം കൊറിയലായിസോൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മലയാളമാണിത്: കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ. കാരണം ഞാൻ കരുണ അർഹിക്കാത്ത മനുഷ്യനായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ദൈവത്തോട് യാചിച്ചു കൊണ്ടിരിക്കുന്നത്. അർഹതയില്ലാത്ത മനുഷ്യൻ ആണ് എന്നുള്ള ബോധ വിചാരം. ഈ ചുങ്കക്കാരനായ മനുഷ്യൻ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് സമൂഹം അവനെ മുദ്ര കുത്തിയിട്ടുണ്ട്. ഇല്ലേ? ചുങ്കക്കാരൊക്കെ പാപികളാണെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞു. പരീശന്മാരും സാധുക്യരൊക്കെയാണ് ഏറ്റവും വലിയ വിശുദ്ധരെന്നൊക്കെ പറഞ്ഞ് സമൂഹം ഇങ്ങനെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന രണ്ട് കൂട്ട സമൂഹത്തിൻ്റെ പ്രതിനിധികളിൽ ഒന്നാണ് ഈ ചുങ്കക്കാരൻ. പക്ഷെ അവൻ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഈ ഒറ്റ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കേണ്ട കൂട്ടുകളൊക്കെ നേരാവണ്ണം സമാസമം ചേർന്ന് അത് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലായി രൂപപ്പെടുത്തുവാൻ ഈ പാപിയായ മനുഷ്യന്